ഈ പെൺകുട്ടി അലറി ചക്കുളത്തമ്മേ എന്ന ഉറക്ക വിളിക്കുകയാണ്. ദേവിയെ മനം നൊന്ത് വിളിച്ച്, ഭയന്ന് മനം നൊന്ത് അലറി വിളിക്കുകയാണ്. പെട്ടെന്ന് ദേവിയുടെ ശ്രീകോവിന്റെ കതകുകള് മണികൾ കിലുങ്ങുന്നതായിട്ട് ഭയങ്കര ശബ്ദമുണ്ടാകുകയും സാക്ഷാൽ പരാശക്തിയായ ദുർഗാ ഭഗവതി ചക്കുളത്തുകാവിൽ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. ഇന്നു തൊട്ട് ഞാൻ അമ്മയുടെ ഭക്തയായി മാറുകയാണ്. അമ്മ എനിക്ക് മാപ്പ് തരണം, എനിക്ക് ഇരിക്കാനൊരിടം തരണം എന്ന് കരഞ്ഞ് യക്ഷി ചക്കുളത്തമ്മയോട് പ്രാർത്ഥിച്ചപ്പോഴേ ചക്കുളത്തമ്മ യക്ഷിയെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ എൻ്റെ കന്യഭാഗത്തായിട്ട് പുറകിൽ നാലമ്പലത്തിന് വെളിയിൽ നീ കുടികൊള്ളുക. നീ വരുന്നവർക്ക് ഗുണം ചെയ്യുകയും അവരുടെ ആപത്തിൽ നീ അവരെ രക്ഷിക്കുകയും എല്ലാ ദുഃഖങ്ങളിലും നീ അവർക്ക് ആശ്വാസം കൊടുക്കുകയും കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക സംരക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്ത് നീ എൻ്റെ കന്യഭാഗത്ത് കുടികൊള്ളുക. പിള്ളേരുടെ ദോഷങ്ങളും ദുഃഖങ്ങളും അവരുടെ ഭയവും രോഗവും ഒക്കെ മാറുന്നതിനും വളരെ ഉത്തമമാണ് യക്ഷിയമ്മയ്ക്ക് വഴിപാടുകൾ നടത്തി നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നത്. ആ യക്ഷിയമ്മ ഇന്ന് ലോകപ്രശസ്തമായി മാറിയിരിക്കുകയാണ്. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ഒരു കാലത്ത് 1000 ആണ്ടുകൾക്ക് മുമ്പ് അതിഘോരമായ വനപ്രദേശമായിരുന്നു, നിബിഡങ്ങളായ വനപ്രദേശമായിരുന്നു. പകല് പോലും സൂര്യപ്രകാശം അകത്ത് കയറാത്ത അത്ര ഭീകരമായ വനമായിരുന്നു. ഈ വനത്തിൽ എത്തിച്ചേരുവാൻ ആൾക്കാർക്ക് വളരെ ഭയമായിരുന്നു. അതുകൊണ്ട് സാധാരണപ്പെട്ടവരാരും വനത്തിൽ വന്നു ചേരാറ് പതിവില്ല. ഈ വനത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു വലിയ പനമരം നിപ്പുണ്ടായിരുന്നു. ഈ പനയിലെ ഘോരമായ ഭീകരരൂപിണിയായ ഒരു യക്ഷിയാണ് ഈ പനയിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ യക്ഷി കൈ കിട്ടുന്നവരൊക്കെ നിഷ്ഠൂരമായിട്ട് അവരെ കൊന്ന് അവരുടെ രക്തം കുടിച്ച് വെറും ചണ്ടിയായിട്ട് നഖവും മുടി അസ്ഥിയുമായിട്ട് വലിച്ചെറിയുന്ന സ്വഭാവമായിരുന്നു. അങ്ങനെ നിരവധി ആൾക്കാരെ ഈ യക്ഷി നിഗ്രഹിക്കുകയും ഇതുവഴി പാൻ പോലും ജനങ്ങൾക്ക് മടിയായി മാറിയപ്പോഴേ ഈ യക്ഷിയെ തളയ്ക്കുവാനായിട്ട് നിരവധി മന്ത്രവാദികളും മാന്ത്രികരും അതുപോലെ തന്ത്രികളും ഒക്കെ നിരവധി ആൾക്കാർ ഇവിടെ വന്ന് ചെയ്യാവുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് പോലും നിരവധി മാന്ത്രികന്മാരെ യക്ഷിയുടെ ഇരയായി മാറി കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ധാരാളം മന്ത്രവാദികളെ കൊല്ലുകയും മാന്ത്രികന്മാരെ ഉന്മൂലനാശം വരുത്തി അവരുടെയും അസ്ഥികഷണങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് അവരെയും യക്ഷി ഭക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ക്രൂരമായ യക്ഷിയെ തളയ്ക്കുവാൻ ആരുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു കാലയളവില് വനത്തിന്റെ ഇടയ്ക്കൂടെ ഒഴുകുന്ന ഒരു അരുവിയുണ്ട്. ഒരു ജലപ്രവാഹമുള്ള ഒരു അരുവി പോലത്തെ ഒരു തോടുണ്ട് ഇതുവഴി ഒഴുകുന്ന. അന്ന് ഈ യക്ഷിയെ തളയ്ക്കാൻ കാരണഭൂതയായ ഒരാളാണ് പട്ടമന ഇല്ലത്തെ, അതായത് ഞങ്ങളുടെ കുടുംബമായ പട്ടമന ഇല്ലത്തെ ഒരു പെൺകുട്ടിയാണ് ഇതിന് കാരണഭൂതയായി മാറിയതെന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. ഈ പെൺകുട്ടി ദേവിയുടെ ഭക്തയാണ്. ആ ഭക്തി എന്ന് പറഞ്ഞാൽ ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ടും ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടും സദാ ചക്കുളത്തമ്മയുടെ ഭക്തയായിക്കൊണ്ട് നാമം ജപിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടി കുളിക്കുവാനായിട്ട് ഒരു സമയത്ത്, ഒരു മധ്യാഹ്ന സമയത്ത് ഈ വനത്തിൽ വരികയും ഈ അരുവിയിലിറങ്ങി ഈ പെൺകുട്ടി കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഭയങ്കരമായ കാറ്റും അലർച്ചയും ഇരുളുമയൊക്കെ അവിടെ ഉണ്ടാകുകയും പെട്ടെന്ന് ഈ പെൺകുട്ടിയെ പിടിക്കുവാനായിട്ട് യക്ഷി ഭീകര രൂപം ധരിച്ചുകൊണ്ട് അടുക്കുമ്പോൾ ഈ പെൺകുട്ടി അലറി ചക്കുളത്തമ്മേ എന്ന ഉറക്ക വിളിക്കുകയാണ്. ദേവിയെ മനം നൊന്ത് വിളിച്ച് ഭയന്ന് മനം നൊന്ത് അലറി വിളിക്കുകയാണ്. പെട്ടെന്ന് യക്ഷി അടുക്കുന്ന ആ സമയത്ത് ഈ പെൺകുട്ടി ബോധമറ്റ് നിലംപതിക്കുകയാണ്. അങ്ങനെ ഭയന്ന് വിറച്ച ആ പട്ടവനയിലത്തെ പെൺകുട്ടി നിലംപതിക്കുകയും അവിടെ വീഴുകയും ചെയ്തു. പെട്ടെന്ന് ദേവിയുടെ ശ്രീകോവിന്റെ കതകുകള് മണികൾ കിലുങ്ങുന്നതായിട്ട് ഭയങ്കര ശബ്ദമുണ്ടാകുകയും യക്ഷിയേക്കാൾ വലിയ ഘോര രൂപം ധരിച്ചുകൊണ്ട് സാക്ഷാൽ പരാശക്തിയായ ദുർഗാ ഭഗവതി ചക്കുളത്തുകാവിൽ അമ്മ ആ യക്ഷിയുടെ മുമ്പിലോട്ട് വന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. അതിഘോര രൂപണിയായ യക്ഷി ചക്കുളത്തമ്മയുടെ ആ രൂപം കണ്ട് ഭയപ്പെട്ട്
തന്നെ നിഗ്രഹിക്കുമെന്ന് ഉറപ്പായപ്പോൾ അമ്മയുടെ കാക്കലോട്ട് വീണ് മാപ്പപേക്ഷിക്കുകയാണ്. അമ്മേ, ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണം. ഞാൻ നിരവധി ആൾക്കാരെ കൊന്നിട്ടുണ്ട്, നിരവധി മാന്ത്രികരെ ഞാൻ കൊന്നിട്ടുണ്ട്. അവരുടെയൊക്കെ രക്തം ഞാൻ ഊറ്റിക്കുടിച്ച് സന്തോഷിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ജീവിതമാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ അമ്മയെ കാണാൻ വരുന്ന ആരെയും ഈ വനത്തിലോ ഞാൻ ആരെയും ഉപദ്രവിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഞാൻ അമ്മയുടെ ഭക്തയായി മാറുകയാണ്. അമ്മ എനിക്ക് മാപ്പ് തരണം, എനിക്ക് ഇരിക്കാനൊരിടം തരണം എന്ന് കരഞ്ഞ് യക്ഷി ചക്കുളത്തമ്മയോട് പ്രാർത്ഥിച്ചപ്പോഴേ ഭക്തവത്സലയും കരുണാനിധിയുമായ ചക്കുളത്തമ്മ യക്ഷിയെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ എൻ്റെ കന്യഭാഗത്തായിട്ട് പുറകിൽ നാലമ്പലത്തിന് വെളിയിൽ നീ കുടികൊള്ളുക. യാതൊരു ആൾക്കാരെയും ഒരു ജീവനെപ്പോലും നീ ഉപദ്രവിക്കരുത്. നീ വരുന്നവർക്ക് ഗുണം ചെയ്യുകയും അവർക്ക് വഴികാട്ടിയായി മാറുകയും അവരുടെ ആപത്തിൽ നീ അവരെ രക്ഷിക്കുകയും എല്ലാ ദുഃഖങ്ങളിലും നീ അവർക്ക് ആശ്വാസം കൊടുക്കുകയും കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക സംരക്ഷണം കൊടുക്കുകയും നാക്കാലികൾക്കും അതുപോലുള്ള മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ നീ വേണ്ട സംരക്ഷണം കൊടുക്കുകയും അവരെ രക്ഷിക്കുകയും ഒക്കെ ചെയ്ത് നീ എൻ്റെ കന്യഭാഗത്ത് കുടികൊള്ളുക. നിന്നെ ഇനി മേലിൽ ആരും ഉപദ്രവിക്കുകയില്ല. അതുകൊണ്ട് നീ ഇവിടെ വസിച്ചു കൊള്ളുക. ഇവിടെ തന്നെ നിന്നെ ഞാൻ കുടിയിരുത്തുകയാണ്. എല്ലാവർക്കും ഗുണം ചെയ്തുകൊണ്ട് എൻ്റെ നാമം ജപിച്ചുകൊണ്ട് നീ ഇവിടെ ജീവിച്ചു കൊള്ളുക, വസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ആ യക്ഷി അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടുന്ന ആഹാരങ്ങളും വറവൊടിയും ഇപ്പറഞ്ഞവർക്ക് കരിക്കും ശർക്കരയും ഒക്കെ അവിടെ നിവേദ്യമായി വരാറുണ്ട്. അതൊക്കെ യക്ഷിയമ്മയ്ക്ക് നേദിക്ക് അത് കഴിച്ച് ഭക്തിപൂർവം ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്വാത്വിക ഭാവത്തിൽ കുടികൊള്ളുന്ന യക്ഷിയാണ് ഈ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ചക്കുളത്തമ്മയുടെ കന്യഭാഗത്ത് അയ്യപ്പ സ്വാമിയോട് ചേർന്ന് യക്ഷി കുടികൊള്ളുന്നു. ഇവിടുത്തെ പ്രധാന നിവേദ്യമാണ് വറപൊടി, കരിക്ക്, ശർക്കര. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദ്യമാണ്. കൂടാതെ കരിവള, കൺമഷി, കുങ്കുമം, വസ്ത്രങ്ങള്, പായസങ്ങള് എന്ന് തുടങ്ങി നിരവധി വഴിപാടുകള് യക്ഷിയമ്മയ്ക്ക് ഇവിടെ ഭക്തജനങ്ങൾ നടത്തി വരുന്നു. പിള്ളേരുടെ ദോഷങ്ങളും ദുഃഖങ്ങളും അവരുടെ ഭയവും രോഗവും ഒക്കെ മാറുന്നതിനും വളരെ ഉത്തമമാണ് യക്ഷിയമ്മയ്ക്ക് വഴിപാടുകൾ നടത്തി നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നത്. ആ യക്ഷിയമ്മ ഇന്ന് ലോകപ്രശസ്തമായി മാറിയിരിക്കുകയാണ്. ഭീകര രൂപിണിയായ ക്രൂര സ്വഭാവം ഉണ്ടായിരുന്ന യക്ഷി അമ്മയുടെ പാദങ്ങൾ ആശ്രയിച്ച് അമ്മയോട് മാപ്പിരുന്നത് കൊണ്ട് ആ യക്ഷി ഇന്ന് ചക്കുളത്തുകാൽ അമ്മയുടെ കന്യമൂലയെ കുടികൊണ്ട് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് വരുന്നവരെയൊക്കെ സംരക്ഷണം യക്ഷിയമ്മ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ കഴിയുകയാണ്, കുടികൊള്ളുകയാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും ഇത് അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇവിടെ നേർച്ച കാഴ്ചകൾ നടത്തുന്നു. യക്ഷിയമ്മയുടെ നടയിൽ ജാതി മത ഭേദമില്ലാതെ നിരവധി ആൾക്കാര് എത്താറ് പതിവുണ്ട്. അവരുടെ ഈ പറയുന്നവർക്ക് തന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഭയപ്പാട്, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചൊറി, ചിരങ്ങ്, അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ മാറുന്നതിനും ഇവിടെ വളരെ പ്രധാനമാണ്. യക്ഷിയമ്മയോട് പ്രാർത്ഥിച്ചാൽ അതിനൊക്കെ മാറ്റം വന്ന് നമ്മുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരുന്ന ഒരു സങ്കല്പമാണ് യക്ഷിക്കുള്ളത്. കൂടാതെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് പിടിപ്പണം സമർപ്പിക്കലും വറനിവേദ്യം, ശർക്കര, തേങ്ങ, ഇത് പ്രധാന വഴിപാടാണ്. ഇത് അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പിടിപ്പണം സമർപ്പിച്ചുകൊണ്ട് യക്ഷിയോട് എന്ത് ദുഃഖം പറഞ്ഞാലും ആ യക്ഷിയമ്മ നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മളെ വേണ്ടവണ്ണം അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ്